മെന്റൽ സ്ട്രെങ്ത് വളരെ വീക്ക് ആയിക്കൊണ്ടിരിക്കുക. നേരത്തെ 10 പേർ 10 കുട്ടികളുടെ അല്ലെങ്കിൽ 25 കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്നെ അധ്യാപകൻ നീ ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാക്കാനുള്ള വിൽ പവർ ഉണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്ന് നിങ്ങളൊന്ന് ആ കുട്ടിയെ പറഞ്ഞു നോക്കൂ. ഇന്ന് സ്റ്റുഡൻസിനിടയിൽ പുതിയൊരു ഫാഷൻ ഉണ്ട്, ഞാൻ എത്തീസ്റ്റ് ആണ്. അതൊരു പുതിയ സ്റ്റൈലാണ്. അത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് അറിയില്ല. പക്ഷെ ആ കുട്ടിയോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ഉത്തരങ്ങളില്ല. കാരണം ഇഫ് യു റിയലി അണ്ടർസ്റ്റാൻഡ്, ഇഫ് എ പേഴ്സൺ ഹാസ് ടു ബി ആൻ എത്തീസ്റ്റ്, തീസം നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ എത്തീസ്റ്റ് ആവാൻ പറ്റുള്ളൂ. അതില്ലാതെ നേരെ ഈ സ്റ്റൈലെന്ന് പറയുന്ന എത്തീസമാണ് അതിനേക്കാളും വലിയൊരു പ്രോബ്ലം. കാരണം ഇതൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുണ്ട്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല. കാരണം പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട, ആചാരങ്ങളില്ല, ആചാര്യന് ആവശ്യമില്ല. അവിടെ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. അതെന്ന് പറഞ്ഞാല് ഇപ്പം പാരന്റ്സിനാണെങ്കിലും കുട്ടികളോടുള്ളൊരു അറിയില്ല, കൺട്രോളും പറഞ്ഞു കൊടുക്കുമ്പോഴും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ അത്രയ്ക്ക്. ആ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് കുറയല്ലേ. അപ്പോഴത്തേക്കും മിക്ക പാരന്റ്സിന്റെയും മെയിൻ സംഭവമാണ് ദൈവത്തിനുള്ള വിശ്വാസം എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് അതിനെ ഒന്ന് ആക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു കൗണ്ടറില്ലായി കാണിക്കുന്നത്. അല്ല, അതാ ഞാൻ നേരത്തെ ഞാൻ ഒബ്സർവ് അല്ല ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അമ്പലത്തിൽ കയറി പയ്യൻ കല്ലിന് അത് പറഞ്ഞു കൊടുക്കാൻ പാരന്റ്സിന് പറ്റുന്നില്ല. അത് പറഞ്ഞു കൊടുക്കാൻ പാരന്റ്സ് അപ്പൊ നീ മര്യാദയ്ക്ക് പ്രാർത്ഥിക്കും എന്തിന് എന്നുള്ള ചോദ്യം ചോദിക്കുമല്ലോ. അത് സ്വാഭാവികമായിട്ട് ചോദിക്കും. അതൊരു കോമൺ സിനാരിയോ ആണ്. വളരെ കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക.